സ്പെഷ്യൽ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, എടുക്കട്ടെ? എനിക്ക് വേണ്ട. എനിക്കെടുത്തോ. എനിക്കൊരു ജ്യൂസ് മതി. പായസം കഴിച്ചാൽ ശരിയാവില്ല, ഷുഗർ ലെവൽ കൂടും. എനിക്കും പായസം എടുത്തോ. നാത്തൂന് മാത്രം ജ്യൂസ് എടുത്താൽ മതി. ശരി. ഇതാണ് ചാൻസ്. പോയിസൺ ബോട്ടിൽ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് ഗംഗ കാണാതെ മറ്റേ വാതിൽ കൂടി കയറിക്കൂ. ശരി ആന്റി. 2 സ്പൂണിൽ കൂടുതൽ ഒഴിക്കരുത്. ശരി. രണ്ട് സ്പൂണേ ഒഴിക്കാവൂ അല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. കുടിക്കുന്നതോടെ ആ ദേവയാനി തീരണം. ആ കുറ്റം ഗംഗയുടെ തലയിലാവും. അതോടെ രണ്ടിന്റെ ശക്തി തീരും. പിന്നെ മഹേട്ടൻ എനിക്ക് മാത്രം സ്വന്തം. ജ്യൂസ്. നാത്തും ജ്യൂസ് അടുപ്പിച്ചത് നന്നായി. പായസം അത്ര നല്ലതൊന്നുമല്ല. നല്ല പായസമാണല്ലോ, എന്താ കുഴപ്പം? അതിന്റെ വേവൊന്നും അത്ര ശരിയായിട്ടില്ല. എന്നാ ഒരു ജ്യൂസ് ആന്റിയും കൂടെ കുടിച്ചോ. ജ്യൂസ് ബാക്കി ഉണ്ടാവുമല്ലോ. അത് ശരിയാ, എനിക്കും കൂടി ജ്യൂസ് എടുത്തു. ജ്യൂസ് ഞാൻ കുടിച്ചിട്ട് നല്ലതാണെന്ന് നോക്കിയിട്ട് കഴിച്ച പോരെ? അത് മതി. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ.
എന്താ അമ്മേ? എന്തു പറ്റി അമ്മേ? അയ്യോ എന്താ അമ്മേ? അമ്മേ അയ്യോ അമ്മേ എന്താ പറ്റിയേ? അമ്മേ എടാ, അമ്മേ ഛർദിക്കുന്നുണ്ടല്ലോ. അമ്മേ എന്താ പെട്ടെന്ന് പറ്റിയേ? അയ്യോ എന്താ ആന്റിക്ക് പറ്റിയേ? നാത്തൂന് ആ ജ്യൂസ് കുടിച്ച ഉടനെ വൊമിറ്റ് ചെയ്തു. ജ്യൂസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നിരിക്കോ? ജ്യൂസിന് എന്ത് കുഴപ്പം വരാനാ? ജ്യൂസ് ഇപ്പൊ അടിച്ചോണ്ട് വന്നല്ലേ ഉള്ളൂ. അതല്ല, ജ്യൂസിന് തന്നെയാ കുഴപ്പം. ജ്യൂസ് തന്നെയല്ലേ ഇപ്പൊ ഛർദിച്ചത്. ഹോസ്പിറ്റലിൽ കൊണ്ടോ? അയ്യോ എന്റെ മോളെ, ഞാനും ഇത് കുടിക്കാൻ തുടങ്ങിയതാ. കുടിക്കാതിരുന്നത് നന്നായി. ഞാനേ അതിന് വിഷം ചേർത്തിരുന്നു. എന്റെ അമ്മേ, നീ എന്താ അത് പറയാതെ? അതിനമ്മ ജ്യൂസ് വേണമെന്ന് പറയുന്നു. ഞാനെങ്ങനെ അറിയാനാ? ശോ, ദൈവമേ, ഞാൻ തലനാരിഴയ്ക്കാ രക്ഷപ്പെട്ടത്. അതെ, ഞാൻ ആ ജ്യൂസില് കുപ്പിയിലെ മുഴുവൻ പോയിസണും ചേർത്തു. ശോ, ദൈവമേ. ആന്റി ഇനി രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. ഈ കുറ്റത്തിന് ഗംഗയെ മഹിയേട്ടനെ ഇറക്കി വിടുവല്ല. അവള് ജയിലിലാവാനാ പോകുന്നേ. അമ്മ വാ, നമുക്ക് അവരുടെ കൂടെ ഹോസ്പിറ്റലിൽ പോവാം. എല്ലാം ലൈവായിട്ട് കാണണ്ടേ? കാണണം. വാ വാ. ഡോക്ടർ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ദേവയാനിക്ക് അല്പം സീരിയസ് ആണ്. നല്ല അളവിൽ വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട്. അയ്യോ വിഷോ, അതെങ്ങനെ? നാത്തു ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നാണല്ലോ. ആകെ ഒരു ജ്യൂസ് മാത്രമേ കഴിച്ചുള്ളൂ. അതെ, അതും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാ. ഗംഗ ഉണ്ടാക്കിയ ജ്യൂസാ അമ്മ കുടിച്ചത്. അതിൽ നിന്ന് എങ്ങനെ വിഷം ഉള്ളിൽ ചെല്ലാനാ? അതെനിക്കറിയില്ല. എന്തായാലും ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. അവസാനം കഴിച്ച ആഹാരം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ വിഷം ഉണ്ടോന്ന് അറിയാൻ സാധിക്കും. അത് ഞാൻ വീട്ടിൽ പോയി എടുത്തോണ്ട് വരാം ഡോക്ടർ. ശരി, എങ്കിലത് എത്രയും പെട്ടെന്ന് എത്തിക്കൂ. കഴിച്ച വിഷം എന്തെന്നറിഞ്ഞാൽ ചികിത്സ എളുപ്പമാവും. ശരി ഡോക്ടർ. ഞാനൊന്ന് വീട്ടിലോട്ട് പോയിട്ട് വരാം. ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് മണ്ടത്തരമാണെന്നാ ഇപ്പോഴും എൻ്റെ അഭിപ്രായം. ആ വീട്ടിലെ കുട്ടിക്ക് ഭീഷണിയുണ്ടെന്ന് കോടതിയെ ബോധിപ്പിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണ്ടേ? ആ ഗംഗ കൊച്ചിനെ നന്നായിട്ടാ നോക്കുന്നത്. അതാ നമുക്ക് തടസ്സം. എത്രയൊക്കെ ആയാലും ഗംഗ രണ്ടാനമ്മയല്ലേ. അറിഞ്ഞോ അറിയാതെയോ ഒരു കൈപ്പിഴ വരാതൊന്നും ഇരിക്കില്ല. സ്വന്തം അമ്മമാർക്ക് സംഭവിക്കുന്നു, പിന്നെയാണോ അമ്മയല്ലാത്ത ഒരാൾക്ക്? ഒരാളെ നമ്മൾ അപായപ്പെടുത്താൻ തീരുമാനിച്ചിറങ്ങിയാൽ ഉറപ്പായോ അത് സാധിച്ചിരിക്കും. അവിടെ വേണ്ടത് ശ്രദ്ധയാണ്. ശത്രുവിന്റെ പിഴവ് അവസരമാക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ഇന്ന് വിജയമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്ക് മേന്മയും മേൽക്കോയ്മയും ഉണ്ടായിരിക്കണം. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞതാണ് നമുക്ക് നല്ലത്. ഞാനും അങ്ങനെ ഒരു അവസരത്തിനാണ് വക്കീലെ കാത്തിരിക്കുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെറിയൊരു പിഴവുണ്ടായാൽ നമ്മളത് നമ്മുടെ അവസരമായി മാറ്റിയിരിക്കും. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മാളു ആ വീട്ടിൽ വളരാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെട്ടു. എന്റെ കൊച്ചുമോളെ കൂടി നഷ്ടപ്പെടാൻ വയ്യ. മാളുവിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുത്തേ പറ്റൂ. ഗംഗ മാളുവിനെ ഇപ്പൊ നന്നായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അവൾക്ക് മഹിയിൽ ഒരു കുഞ്ഞുണ്ടായ
മാളുവിന്റെ കാര്യത്തിൽ അവൾക്ക് പിന്നെ ഒരു ശ്രദ്ധയും ഇല്ലാതാവും. ഇപ്പൊ കാണിക്കുന്ന ഈ സ്നേഹമൊക്കെ പെട്ടെന്ന് തന്നെ ദേഷ്യമായിട്ട് മാറും. മാളുവിനോട് അവള് രണ്ടാനമ്മ പോര് തുടങ്ങും. അതിനാ കുഞ്ഞിനെ നമ്മൾ വിട്ടുകൊടുക്കില്ല. ഞാൻ ചില വളഞ്ഞ വഴികളൊക്കെ ആലോചിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഈ കാര്യത്തിൽ വളഞ്ഞ വഴികളെ പ്രാക്ടിക്കലാകൂ. അത് തന്നെയാ നല്ലത്. അതങ്ങ് ഉറപ്പിച്ചോ. എന്നാലും അമ്മയുടെ ഉള്ളിൽ എങ്ങനെ വിഷം ചെന്നു നാം മനസ്സിലാവാത്തത്? അതൊക്കെ ഇപ്പൊ റിസൾട്ട് വരുമ്പോ അറിയാലോ. അതെ, കുറച്ചുനേരം കൂടി കാത്തു നിന്നാ മതിയല്ലോ. എന്തായി ഡോക്ടർ? ആ, നിങ്ങളുടെ സംശയം ശരിയാണ്. അവസാനം കുടിച്ച ജ്യൂസിൽ തന്നെയാ വിഷം ഉണ്ടായിരുന്നത്. ഇതിപ്പോ എങ്ങനെ വിഷം ആ ജ്യൂസിൽ വന്നു എന്നറിയണം. ഇതൊരു മെഡിക്കൽ ലീഗൽ കേസാണ്. മഹി പറയുന്നതനുസരിച്ച് വേണം പോലീസിനെ അറിയിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. ഇതിലിത്ര ആലോചിക്കാൻ എന്താ ഉള്ളത്? ഈ ഗംഗയെ ഇപ്പൊ തന്നെ പോലീസിൽ ഏൽപ്പിക്കണം മഹി. അതെ, ഇതിലിനി കാര്യമായിട്ട് തെളിയാനൊന്നുമില്ലല്ലോ. ഗംഗ തന്നെ ഉണ്ടാക്കിയ ജ്യൂസല്ലേ ആന്റി കുടിച്ചത്. ആ ജ്യൂസില് ഞാനൊന്നും ചേർത്തിട്ടില്ല. ഇത് മറ്റെന്തോ സംഭവിച്ചതാ. ഞാൻ എന്തിനാ മഹിയേട്ടന്റെ അമ്മ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? ആർക്കും ഒരു ദ്രോഹം ചെയ്യാതല്ലേ ഞാൻ ഇവിടെ ജീവിക്കുന്നത്. നീ ആർക്കും ദ്രോഹം ചെയ്യുന്നില്ലെന്ന് നീ മാത്രമല്ലേ പറയുന്നുള്ളൂ. ബാക്കിയുള്ളവരാരും പറയുന്നില്ലല്ലോ. മഹി കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് എന്നെ അറിയിച്ചാൽ മതി. അല്ല, അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട് ഡോക്ടർ? ഡിറ്റോക്സിഫിക്കേഷന് മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞു എന്ന് പറയാറായിട്ടില്ല. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ സ്വഭാവം മാറും. ഇത് ചെയ്തത് ആരായാലും അവരെ ഞാൻ വെറുതെ വിടില്ല. അവനമ്മയോട് സ്നേഹമുണ്ട്, അതുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞത്. ചിലർക്ക് പണ്ടുള്ളവർ പറയും പോലെ പെണ്ണ് കെട്ടിയ കണ്ണ് കെട്ടി എന്ന് പറയുന്ന അവസ്ഥയാ. സ്വന്തം മക്കളെക്കാൾ വളർത്തുമകനെ സ്നേഹിച്ചു വളർത്തിയ ഒരു അമ്മയാ മരണത്തോട് മല്ലിട്ട് അകത്ത് കിടക്കുന്നത്. അപ്പോഴും അവൻ അവന്റെ ഭാര്യ പറയുന്നതാ വേദവാക്യം. ഗംഗേ, ഇപ്പൊ ഇറങ്ങണം നീ ഇവിടുന്ന്. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. ഇനി നീ ഇവിടെ നിൽക്കരുത്. എനിക്കിതിൽ കൂടുതൽ മര്യാദയുടെ ഭാഷയിൽ പറയാനോ പെരുമാറാനോ അറിയില്ല. എന്റെ നിയന്ത്രണം നഷ്ടപ്പെടും മുമ്പ് എന്റെ മുമ്പിൽ നിന്ന് പൊയ്ക്കോ. നിന്നോട് പോവാനാ പറഞ്ഞത്. അവള് കണ്ണീരൊലിപ്പിക്കാൻ തുടങ്ങി. ഈ കണ്ണീര് കാണിച്ചല്ലേടി നീ പലരെയും മയക്കി വെച്ചിരിക്കുന്നെ. മഹിയേട്ടന് സത്യമെല്ലാം മനസ്സിലായി. ഇനി നിന്റെ കണ്ണീരും അഭിനയവും ഒന്നും നടക്കില്ല. മഹിയേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോടി. ഇനി നിന്നെ ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തള്ളി ഇറക്കി വിടണോ?
വേണ്ട, ഞാൻ പോയിക്കോളാം. ഹലോ, പോയിസൺ ഏറ്റിട്ടുണ്ട്. ആണോ? അതെ, കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തതുപോലെയാ മുന്നോട്ട് പോകുന്നത്. മഹിയേട്ടന് ഗംഗയോട് നല്ല ദേഷ്യമായിട്ടുണ്ട്. അവള് പറഞ്ഞതൊന്നും മഹിയേട്ടൻ വിശ്വസിച്ചിട്ടില്ല. കൂടാതെ അവളെ ഇവിടുന്ന് ഇറക്കി വിടുകയും ചെയ്തു. അത് കൊള്ളാം. ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി ആന്റി എങ്ങനെ തട്ടിപ്പോയാ മഹിയേട്ടൻ അവളെ പോലീസിനെ ഏൽപ്പിക്കും. ഒപ്പം ഒരു ഡിവോഴ്സ് നടക്കും. മതി, അത്രയും കേട്ടാ മതി. ആ ഡിവോഴ്സ് ഒന്ന് കഴിഞ്ഞു കിട്ടിയാ എനിക്ക് സമാധാനമായി. അതിന് നകുലിനെ അവളെ കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിക്കാനൊന്നും അല്ലല്ലോ. പിന്നെന്തിനാ ഡിവോഴ്സിന് വേണ്ടി കാത്തിരിക്കുന്നത്? അവകാശം പറഞ്ഞ് മഹി വീണ്ടും പുറകെ വരരുത്, അതിനുവേണ്ടി പറഞ്ഞതാ. അല്ലാതെ അവളെ വിൽക്കാൻ കൊണ്ടുപോകുന്ന എനിക്കെന്തിനാ ഡിവോഴ്സും തേങ്ങയൊക്കെ? ഇപ്പൊ ശരിയായി. നകുൽ ഒരു കാര്യം ഉറപ്പിച്ചോ, ആന്റിക്ക് എന്തെങ്കിലും പറ്റിയാ മഹിയേട്ടൻ അവളെ വെറുതെ വിടില്ല. അത് നകുലിന്റെ ഒരു ഗോൾഡൻ ചാൻസാ. ആന്റിക്കൊന്നും പറ്റിയില്ലെങ്കിലോ? പറ്റാതിരിക്കാൻ ഒരു സാധ്യതയും ഇല്ല. ആ രീതിയില് ഞാൻ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കേ, എനിവേ താങ്ക്സ് ഫോർ യുവർ ഇൻഫർമേഷൻ. എനിക്കൊരു നന്ദിയും വേണ്ട. എത്രയും പെട്ടെന്ന് ആ നാശത്തിനൊന്ന് ഒഴിവാക്കി തന്നാ മതി. അത് ഞാൻ ഏറ്റു. ഓക്കെ, അപ്പൊ ബൈ. ഓക്കെ, ബൈ. അപ്പൊ ദേവയാനി മരിച്ചാൽ മഹി ഗംഗയെ ഉപേക്ഷിക്കും. ആ മരണം അത് ഉറപ്പാക്കിയേ പറ്റൂ. ഇനി നീ ഇവിടെ നിൽക്കരുത്. എനിക്കിതിൽ കൂടുതൽ മര്യാദയുടെ ഭാഷയിൽ പറയാനോ പെരുമാറാനോ അറിയില്ല. വിഷമിച്ചിരിക്കുന്നേ? ഒന്നുമില്ല മാളു. അല്ല, എന്തോ ഉണ്ട്. എന്താന്ന് പറ. അത് മോളെ പറയേ. പറയാം. ഈ ഗംഗയെ ഇപ്പൊ തന്നെ പോലീസിൽ ഏൽപ്പിക്കണം മഹി. ഗംഗേ, ഇപ്പൊ ഇറങ്ങണം നീ ഇവിടുന്ന്. ഇനി നീ ഇവിടെ നിൽക്കരുത്. എനിക്കിതിൽ കൂടുതൽ മര്യാദയുടെ ഭാഷയിൽ പറയാനോ പെരുമാറാനോ അറിയില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ എല്ലാരും എന്നെ കുറ്റപ്പെടുത്തുക. വിഷമിക്കാതെ. ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം.